മെഷീൻ ഹാങ് ആയ. ഇതേ നിങ്ങൾ ജിറയുടെ അക്കൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ജിറയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ വർക്ക് ഇമെയിൽ കൊടുത്ത് ഗൂഗിളിൽ വെച്ച് ഇമെയിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സൈറ്റിൻ്റെ ഇത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളൊരു സൈറ്റ് കൊടുക്കുക. ടെസ്റ്റ് കേസ് ഡെമോ ടെക്നീഷ്യൻ ടീം എന്ന് പറഞ്ഞിട്ടാ എന്തെങ്കിലും ഒരു സൈറ്റ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് അതുപോലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഫ്രീ ആയിട്ടുള്ളൊരു 10 യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന. You're all set. അടാ നെയിം യുവർ പ്രോജക്റ്റ്, പുതിയൊരു പ്രോജക്റ്റ്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് സെറ്റ് ചെയ്തെന്ന് വെച്ചോ. ക്വാളിറ്റി ഡെമോ പറഞ്ഞിട്ടൊരു ഇറ്റ് സ്റ്റാർട്ടഡ് പറഞ്ഞൊരു പ്രോജക്റ്റ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇതിപ്പോ ആക്ച്വലി നിങ്ങളുടെ PM കേൾക്കുന്നുണ്ട് എല്ലാവർക്കും? നിങ്ങളുടെ PM നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്ത് തരും, ജിറ സെറ്റപ്പ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ ക്വാളിറ്റിയുടെ ഒരു ഡോക്യുമെന്റേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ? ഇതിൽ നമ്മൾ ഒരു ടെസ്റ്റ് മാനേജ്മെന്റ് ആപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് ഇതിന്റെ അഡ്മിനിസ്ട്രേഷന് പോവുക. അഡ്മിനിസ്ട്രേഷൻ കണ്ട ഇത് ഞാൻ മുമ്പുണ്ടായിരുന്നതാണ്. അപ്പോൾ വേറൊരു ഇൻസ്റ്റൻസ് എടുത്താണത്. ഇതിൽ കയറുക. ഈ അഡ്മിനിസ്ട്രേഷനിൽ മാനേജ് യുവർ ആപ്സ് കണ്ടോ, അതെടുക്കുക. ഫൈൻഡ് ന്യൂ ആപ്സ് എടുക്കുക. ക്വാളിറ്റി സെർച്ച് ചെയ്യുക. ക്വാളിറ്റി പ്ലസ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഇത് പെയ്ഡാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഗെറ്റ് ആപ്പ് ഫ്രീ കണ്ടോ? 10 പേർക്ക് യൂസ് ചെയ്യാവുന്ന ജിറയാണത്. ഓക്കെ, ആപ്പ് ആഡായി വന്നു.
ഇവിടെ ക്വാളിറ്റി ആഡ് ആയിക്കണ്ട. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പ്രോജക്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആപ്പ് ആഡ് ചെയ്തു, ടെസ്റ്റ് മാനേജ്മെന്റ് ആപ്പ് ആഡ് ചെയ്തു, ക്വാളിറ്റി പ്ലസിന്റെ ഡോക്യുമേഷൻ ആണത്. അത് കഴിഞ്ഞ് പ്രോജക്റ്റ് സെറ്റിംഗിൽ പോയിട്ട് ഇഷ്യൂ ടൈപ്പിൽ ഒരു പുതിയൊരു ഇഷ്യൂ ടൈപ്പ് ആഡ് ചെയ്യണം, ക്വാളിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ നെയിം ഷുഡ് ബി ക്വാളിറ്റി ടെസ്റ്റ് എന്നായിരിക്കും. അപ്പോൾ അടുത്ത് പോയിട്ട് പ്രോജക്റ്റ് സെറ്റിങ്സിൽ പോയി ഇഷ്യൂ ടൈപ്പ് എടുക്കുക. ആഡ് ഇഷ്യൂ ടൈപ്പ്, ആഡ് സോറി ബഗ് ആഡ് ആയിപ്പോലെ. ക്രിയേറ്റ് ഇഷ്യൂ ടൈപ്പ്, എന്തായിരുന്നു നെയിം? ക്വാളിറ്റി ടെസ്റ്റ്. ഐക്കൺ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യട്ടോ അവിടെ നിന്ന്. ചേഞ്ച് ഐക്കൺ കൊടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ ഇതിൽ വേറെ ക്വാളിറ്റിയുടെ ഐക്കൺ തന്നെ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ക്വാളിറ്റി ടെസ്റ്റിൻ്റെ ഐക്കണേ ഒരു ഐക്കൺ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇത് ഇടുകയാണേ. ഒരു ഓറഞ്ച് കളർ തന്നെ എടുക്കട്ടെ. സെലക്ട്, ക്രിയേറ്റ്, പുതിയൊരു ഇഷ്യൂ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു, ക്വാളിറ്റി ടെസ്റ്റ്. ഇനിയിപ്പോൾ ഞാൻ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഇത് നമ്മുടെ പ്രോജക്റ്റിൽ. ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചോ. എന്താണ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചോ. ഇതിപ്പോൾ നമുക്കിങ്ങനെ ഒരു ബഗ്ഗോ ടാസ്കോ കിട്ടും. അപ്പം നമുക്ക് അതിൻ്റെ അഗെയിൻസ്റ്റ് ടെസ്റ്റ് കേസ് എഴുതണം അല്ലേ? ഒരു മെത്തഡാണിത്. അതായത് നമുക്കിപ്പോൾ ഇതിൽ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് പെർ ഡെയിലി 25 എക്സിക്യൂഷൻസേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് പോസിബിൾ ആവില്ല നമ്മുടെ കേസിൽ. കാരണം നമുക്കിപ്പോൾ പെർ ഡേ ഒരു 50 ടിക്കറ്റ്സ് ഒക്കെ നോക്കാനുണ്ടെങ്കിൽ ഒരു ക്യൂ റിസോഴ്സ് 2-3 പേരുണ്ടെങ്കിൽ നമുക്കവിടെ എക്സിക്യൂഷൻ കൂടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീലേണിലൊക്കെ ചെയ്ത് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീലേണിൽ ഞാൻ കാണിച്ചു തരാം. തൽക്കാലം ഇതിട്ട് ആഡ് ടെസ്റ്റ് കേസ്, ടെസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഈ ലോഗിൻ്റെ ഒരു ടെസ്റ്റ് കേസ് ഇതാണെന്ന് വെച്ചു. അപ്പോൾ ട്രൈ ലോഗിൻ വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽ. ടെസ്റ്റ് ഡാറ്റയിൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിം കൊടുക്കാം. യൂസർ നെയിം എന്താ shariga@technisha.com കൊടുത്തു ഞാൻ വെച്ചു. പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ പാസ്വേഡ് @1 കൊടുത്തു വെച്ചു. എക്സ്പെക്റ്റഡ് റിസൾട്ട് ലോഗിൻ ഷുഡ് ഹാപ്പൻ അല്ലേ? ടെസ്റ്റ് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അതായത് ലോഗിൻ പോയി കാണുന്നത് വേറൊരു പേജിലേക്കാണ്. ലോഗിൻ സ്ക്രീൻ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക്. അടുത്ത സ്റ്റെപ്പ് ഈ ഒരു എണ്ണം വെച്ച് ഞാൻ ചെയ്യണേ. അത് കഴിഞ്ഞ് ഇത് എക്സിക്യൂട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട ഒരു 3 ഡോട്ട് ഇവിടെ കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ടാസ്കിൻ്റെ
ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് എക്സിക്യൂട്ട് പറഞ്ഞിട്ട് എക്സിക്യൂഷൻ നടത്താം. എക്സിക്യൂഷന് വേറെ പേജിൽ പോയി അവിടെ നിങ്ങൾക്ക് ഇത് കണ്ട ഈ ഒരൊറ്റ ടെസ്റ്റ് കേസേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ. ഇവിടെ കമൻറ്റ് അത് എന്താ ഇഷ്യൂ ഹാപ്പൻഡ് ഇൻ ലോഗിൻ. എന്താ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അവിടെ എന്തെങ്കിലും ടെസ്റ്റ് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ അറ്റാച്ച് ചെയ്യുക. എക്സിക്യൂട്ടഡ് അപ്പോൾ ഫെയിൽഡായി. ഇതാണ് പാസ്റ്റ് എക്സിക്യൂഷൻ പറഞ്ഞപ്പോൾ. എക്സിക്യൂഷൻ കമന്റ് ഉണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് എൻവയോൺമെന്റാ അല്ലെങ്കിൽ ബ്രൗസറാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ അതിന്റെ ബിൽഡ് നമ്പറാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കാം ഇൻഫർമേഷൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. കണ്ട ഞാനിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തതാണിത്. അത് വ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ കാണാൻ പറ്റും. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതില്. പക്ഷെ ഇത് ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ട്രേസബിലിറ്റി റിപ്പോർട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ജനറേറ്റ് റിപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ കുറച്ച് ഓപ്ഷൻസ് ഒന്നും ഇതിലില്ല കാരണം ഫ്രീ ആയതുകൊണ്ട്. അപ്ഗ്രേഡ് ടു ക്വാളിറ്റി പ്ലസ് എന്ന് പറയും. ടെസ്റ്റ് സൈക്കിൾ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ പ്രോജക്റ്റ് അനുസരിച്ചിട്ട് വേണമെങ്കിലേ സൈക്കിൾസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് വിത്തൗട്ട് സൈക്കിളാണ് ഞാൻ റൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും നല്ല ടൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സജസ്റ്റ് ചെയ്യാം. ഈ ആപ്സ് തന്നെ നോക്കിയാൽ മതി. ഇതിൽ ഫൈൻ ന്യൂ ആപ്സ് ഉണ്ടല്ലോ, ഇതിൽ വേറെ കുറെ ആപ്സ് ഉണ്ട്. ഫൈൻ ന്യൂ ആപ്സിൽ പോയിട്ട് ടെസ്റ്റ് മാനേജ്മെന്റ് ടൂൾസ് ആണ് ഇതെല്ലാം. ഇതിൽ കുറെയൊക്കെ പെയ്ഡ് ആണ്. എക്സ്റേ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. ടെസ്റ്റ് ട്രയലാണെന്ന് നോക്കിയത്, പക്ഷെ അതൊന്ന് പെയ്ഡ് ആണ്. അഖിലിന്റെ അടുത്ത് പറഞ്ഞില്ലേ? പറഞ്ഞില്ല. ഇതിന്റെ ഡോക്യുമെന്റേഷൻ ആക്ച്വലി ഷെയർഡ് ആണോ? ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല ഈ ക്വാളിറ്റിയുടെ ഡോക്യുമെന്റേഷൻ. ഇത് ഇത്രേ ഉള്ളൂ. ആപ്പ് ആഡ് ചെയ്യുക ജിറയില്. ജിറയുടെ ഇൻസ്റ്റൻസ് എടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണെങ്കിലേ ടൂൾസ് പുതിയ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജിറയുടെ ഇൻസ്റ്റൻസ് എടുക്കാം. അതാ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നത്. അതിന് ജിറയുടെ ഇഷ്യൂ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇത് ഷെയർഡ് ആണല്ലോ എല്ലാവർക്കും. ടെക്നീഷ്യക്ക് അഖിൽ ബാബു ഇല്ല. ഇത് ക്യൂക്ക് ഫുൾ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ നോക്കിയത്. ക്യൂയുടെ മെയിൽ ഐ ഡി ഉണ്ടായിരുന്നു, ഒക്കെ കളഞ്ഞപ്പോ. QA1 മാത്രമേ കാണിക്കുന്നുള്ളൂ. QA1, QA2, QA3 ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വി കൺസോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡീസ് ആയിരിക്കില്ലേ? QA@agency.com എന്ന് പറഞ്ഞുണ്ട്. ചുമ്മാ കൊടുത്താൽ QA@agency. അത് ആക്ച്വലി ഉണ്ട്. അത് തന്നെ.
ഇതിലിപ്പോൾ ഒരു മിസ്സിങ് അഖിൽ പറഞ്ഞ പോലെ നമുക്ക് നിങ്ങൾ ഓൾറെഡി ഉള്ള ടെസ്റ്റ് കേസ് ഇമ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അതിനെന്തെങ്കിലും പെയ്ഡ് ടൂൾ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഇത് പക്ഷെ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 എക്സിക്യൂഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഇതിൽ വീലാണി യൂസ് ചെയ്യണത് ഒരു പർട്ടിക്കുലർ യൂസറിൻ്റെ ടെസ്റ്റ് കേസ് മൊത്തമായിട്ട് ഇതിപ്പോൾ ഞാൻ ടിക്കറ്റിൽ ലിങ്ക് ചെയ്തല്ലേ കാണിച്ചേ നിങ്ങളെ ക്വാളിറ്റി ടെസ്റ്റിൻ്റെ. അപ്പം അതിന് പകരം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ യൂസറിൻ്റെ ടെസ്റ്റ് കേസ് മൊത്തം ഒരുമിച്ച് എഴുതും. എന്നിട്ട് അത് എക്സിക്യൂഷൻ അപ്പോൾ ആരെങ്കിലും ഒരാളല്ലേ നോക്കുള്ളൂ. നമുക്ക് ലിമിറ്റഡ് എക്സിക്യൂഷനിൽ നടക്കാം. 25 എക്സിക്യൂഷനെ പെർ ഡേ പറ്റുള്ളൂ. ഇങ്ങനെ ആ പർട്ടിക്കുലർ യൂസറിൻ്റെ ടെസ്റ്റ് കേസ് മൊത്തം എഴുതി വെച്ചേക്കാണ്. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് 25 ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണോ? അതോ അല്ല 25 എക്സിക്യൂഷൻസ് ഡെയിലി 25 എക്സിക്യൂഷൻസേ പറ്റുള്ളൂ അല്ലേ? അതെ. അപ്പം ഇതിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലോഗിന് റിലേറ്റഡ് മാത്രം അതങ്ങനെ എഫക്റ്റീവ് ആവും തോന്നണില്ല. നമുക്കത് ലിമിറ്റ് എന്തായാലും ക്രോസ് ചെയ്യും. അപ്പം ഇങ്ങനെ നിങ്ങളുടെ ടീമിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം എങ്ങനെ ഇത് ആഡ് ചെയ്യണം എന്നുള്ളത്. ഒരു ഡൗട്ട്. പറഞ്ഞോ ചേച്ചി. ഇപ്പൊ ഞാനൊരു 100 വരെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ കുറച്ചുകൂടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോ ഇത് ഫുൾ ഒന്നും കൂടെ പാസ് ഫെയിൽ ഇട്ട് പോകേണ്ടി വരത്തില്ലേ? വേണ്ടി വരും. അത് ടൈം എടുക്കത്തില്ലേ? അത് നിങ്ങൾക്ക് വേണമെങ്കിലേ ഒരു ഓപ്ഷൻ ചെയ്യാൻ വേണമെങ്കിൽ, കാരണം ഇതിനിപ്പോൾ ഇടയിൽ ടെസ്റ്റ് കേസ് എഴുതിപ്പോൾ നിങ്ങൾ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ? റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് ഷീറ്റ് എടുത്തിട്ടല്ലേ ചെയ്യുക അല്ലേ? അല്ലേ? ഷീറ്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് നമ്മളിപ്പോ രാഖിയാണോ ചോദിച്ചത്? അതെ. അതല്ല നോർമലി അല്ലേ നോർമലി ഒരു എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ പഴയ ടെസ്റ്റ് കേസിൽ അപ്ഡേഷൻ നമ്മൾ ഒരിക്കലും ചെയ്യില്ലല്ലോ. ടെസ്റ്റ് കേസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലല്ലേ നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഫുള്ള് എഴുതി കൊടുക്കണം. അതായത് ഒരു ഫുൾ ഫ്ലോ എഴുതി കൊടുക്കണം, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ അതായത് എക്സിക്യൂഷന്റെ ഇടയിൽ ടെസ്റ്റ് കേസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതല്ലേ? അത് പറ്റുന്നില്ല. ടെസ്റ്റ് കേസ് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ ചേച്ചി. ടെസ്റ്റ് കേസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. നമ്മൾ എഴുതിയ ടെസ്റ്റ് കേസ് തന്നെ വീണ്ടും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. രാഗി ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിക്യൂഷന്റെ ഇടയിൽ ഒരു കേസ് മിസ്സായി പോയിന്ന് വെച്ചോ, ആ സമയത്ത് ആഡ് ചെയ്തിട്ട് അത് എക്സിക്യൂഷനിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഞാൻ നോക്കിയിരുന്നു, അത് പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ടെസ്റ്റ് കേസ് എഴുതുന്ന സമയത്ത് ഫുൾ സ്ക്രീനിലിട്ട് എഴുതാനും പറ്റില്ല. ഈ ചെറിയൊരു ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ഇല്ല. ഫുൾ സ്ക്രീൻ ഓപ്ഷൻ പെയ്ഡ് വേർഷനിലേ ഉള്ളൂ. പെയ്ഡിലുണ്ടല്ലേ? പെയ്ഡിലുണ്ട്. ഫുൾ സ്ക്രീൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കാണിക്കും. ഫുൾ സ്ക്രീൻ മീൻസ് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അതായത് ടിക്കറ്റിന്റെ അണ്ടറിലല്ലേ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതുമ്പോഴത്തെ കേസാണ് കേട്ടാ. ഇവിടെ ഒരു ഫുൾ സ്ക്രീൻ കണ്ടാ? അത് ഡിസേബിൾ ആക്കി വെച്ചേക്കാണ്. അത് പെയ്ഡ് വേർഷനേ ഉള്ളൂ, ക്വാളിറ്റി പ്ലസിലേ ഉള്ളൂ. ചെറിയ വിൻഡോയിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ? അത് എഴുതുമ്പോഴത്തേക്കും ഒരു ഇതാണ്, ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് വലിച്ചിട്ടാ മതി മാക്സിമം. അല്ല, ഇതില് ഞാൻ പറഞ്ഞില്ലേ ഫൈൻ ആപ്സിൽ ഇഷ്ടം പോലെ ടെസ്റ്റ് മാനേജ്മെന്റ് ടൂൾസ് ഉണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ബെറ്റർ ടൂൾസ് ആരെങ്കിലും കാണുകയാണെങ്കിൽ
ഒന്ന് നോക്കി നോക്കിയേക്ക്. ഫ്രീ ആയിട്ടുള്ളത്. നമുക്ക് എന്തായാലും പെയ്ഡ് വേർഷൻ ഒരു ടൂളും തരില്ല എന്നാണ് പറഞ്ഞത്. അല്ലേ അഖിലേ? അതെ. നമ്മൾ ഒത്തിരി പ്രാവശ്യം ചോദിച്ചു. അപ്പം നമുക്ക് പറ്റാവുന്ന ഒരു ടൂള് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ പറ്റിയ ടൂള് കാണുകയാണെങ്കിൽ ഇതുപോലെ ആപ്സ് വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കി നോക്കാം. ഇതിപ്പോൾ നമ്മളെല്ലാം ജിറയിലായതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ നോക്കിയത്. കാരണം നമുക്ക് വേറെ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ മാനേജ് ചെയ്യാം ഈസി ആയിട്ട്. ഇത് സ്മോൾ പ്രൊജക്ട്സിനൊക്കെ ഈസിലി എനിക്ക് തോന്നുന്നു ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കേസല്ലേ? ഇതിപ്പോ ആക്ച്വലി എന്തായിരുന്നു വി ലേണിലും ഹൈക്കോഡിലും ചെയ്യുന്നുണ്ടോ? ഹൈക്കോഡില് ചെയ്യുന്നുണ്ടോ മറ്റേ ആയിക്കോട്ടെ, രാജു? ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള പ്രശ്നമാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ 100 ഉണ്ടെങ്കിൽ പിന്നെ അതല്ല, ഇപ്പൊ ഞാനിപ്പോ ഇതിലിപ്പോ ഒരു കേസ് മിസ്സായെന്ന് വെച്ചോ, അപ്പോ ആദ്യം പോയി ആ ടെസ്റ്റ് കേസ് ആഡ് ചെയ്യണം, എന്നിട്ട് വേണം അതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. എക്സിക്യൂഷൻ ഇടയ്ക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ഇപ്പൊ ഷീറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സിക്യൂഷൻ ഷീറ്റിലാണെങ്കിൽ കേസ് ആഡ് ചെയ്യുന്ന ആഡ് പോലെ ചെയ്ത്. അതെ അതെ, അതുപോലെ പറ്റില്ല അല്ലേ? ഇല്ല ഇല്ല. ഇതിപ്പോ ഒരു ടിക്കറ്റ് അല്ലേ? ഇതിപ്പോ നമ്മൾ ടിക്കറ്റ് ആണെങ്കിലും ടിക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാണ്ട് ഒരു സാധനം ആ ടിക്കറ്റിൽ വരില്ലല്ലോ. അതുപോലെ തന്നെ ജിറ ടിക്കറ്റ് പോലെ തന്നെയാണ്, ഒരു ടൈപ്പ് തന്നെയാണ്, ടിക്കറ്റിന്റെ ടൈപ്പ് തന്നെയാണത്, ക്വാളിറ്റി ടെസ്റ്റിന്റെ ടിക്കറ്റ്. അതാണ് പ്രശ്നം. ഇത്രയേ ഉള്ളൂ. ക്വാളിറ്റി ചെറിയൊരു ആപ്പാണ്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക നിങ്ങളുടെ പ്രോജക്റ്റിൽ. പക്ഷേ വി കൺസോൾ കേസിൽ നിങ്ങൾക്ക് ഇപ്പം അത് പോസിബിൾ ആയിരിക്കില്ല എന്നല്ലേ പറഞ്ഞതില്? അതെ, ഇപ്പോൾ ഞങ്ങൾക്ക് പഴയ കേസുകൾ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും വേറെ ടൂൾസ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടാ.